ഹായ്, ഇന്ന് നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം. മത്തി കൊണ്ടുള്ള ഒരു കറിയാണ്. ആവശ്യമായ സാധനങ്ങൾ: തക്കാളി 2 എണ്ണം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, മത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തി ഏകദേശം ഒരു 10 മത്തിയോളം ഉപയോഗിച്ചിട്ടുണ്ട്. മുളക് പൊടി. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് അല്പം കടുകിടാം. കടുക് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം ഉലുവ കൂടെ ചേർക്കാം. ഏകദേശം ഒരു വളരെ കുറച്ചൊരു ചെറിയ 1/4 ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1/4 ടീസ്പൂൺ. അത് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കാം. തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. തക്കാളി ഇതുപോലെ നന്നായി ഉടച്ച് നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർക്കാം. 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. 2 വലിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് അല്പം വെള്ളവും ഒഴിച്ച് വേവിക്കുക. ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായി വേകട്ടെ. അതിനുശേഷം നമുക്ക് ഒന്ന് തിളച്ച ശേഷം നമുക്ക് മത്തി അതിലേക്ക് ചേർക്കാം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർക്കാം. നന്നായി വെന്ത് നല്ലപോലെ വെള്ളം വറ്റിയ ശേഷം നമുക്ക് ഇറക്കി വെക്കാം. കറിയെല്ലാം നന്നായിട്ട് കുറുകി മത്തി വെന്ത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുളകിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പത്തിരി എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.